വണക്കം. GTA 5 ഒരു പുതിയ കാറുമായിട്ട് ഗോഗിൾമാൻ ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് വന്നിരിക്കുകയാണ്. ഫ്രാങ്ക്ലിൻ പുറത്തോട്ടിറങ്ങുമ്പോൾ കാണുന്ന പതിവ് കാഴ്ച പോലെ തന്നെ നമ്മുടെ ഡോഡ്ജ് ചാർജർ മുറ്റത്ത് കിടപ്പുണ്ട്. ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്ന കാറെന്ന് പറയുന്നത് പോഷ് 911 കെറേറ GTS കാബ്രിയോലെ എന്ന വാഹനമാണ്. നമുക്ക് സ്പോൺ ചെയ്യാം. നമ്മുടെ പതിവ് ഉഡായിപ്പ് സെറ്റിങ്സ് നമ്മൾ എടുക്കുന്നു. അതിൻ്റെ കോഡ് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. കോഡ് അടിച്ചു കൊടുത്ത ഉടനെ നമ്മുടെ ഐറ്റം അതുകൊണ്ട് എത്തിക്കഴിഞ്ഞു. 911 ടർബോ S, പോഷ 911 ടർബോ S. ഒരു ക്യാബ്രിയോലയാണ്. ക്യാബ്രിയോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ എന്താണ് പ്രത്യേകത? കൺവെർട്ടബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ്. കൺവെർട്ടബിൾ ആയിട്ടുള്ള വാഹനത്തിനെ അറിയപ്പെടുന്ന പേരാണ് ക്യാബ്രിയോല എന്ന് പറയുന്നത്. നമുക്കിനി സ്വസ്ഥമായിട്ട് ഏതെങ്കിലും ഒരു സ്പേസിലോട്ട് നമ്മുടെ വണ്ടി കൊണ്ടുപോയിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാം. അതിന് പിന്നെ നമുക്ക് ഈ കൺവെർട്ടബിൾ വാഹനമാണല്ലോ നമ്മൾ ഓടിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു അതിൻ്റെ റൂഫൊക്കെ ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു സോഫ്റ്റ് റൂഫാണുള്ളത്. ഒരു സോഫ്റ്റ് ടോപ്പ് വെഹിക്കിളാണ് നമ്മൾ കയ്യിൽ ഉള്ളത്. സോ അതിൻ്റെ ടോപ്പ് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അതിന് നമ്മൾ നേരത്തെ വരുത്തി അതേ ചാത്തനെ നമ്മൾ വീണ്ടും വരുത്തണം. അപ്പം നമ്മുടെ ചാത്തൻ വന്നിട്ടുണ്ട്. ചാത്തനിൽ കയറി നമ്മൾ കുറച്ച് സംഭവങ്ങൾ ചെയ്യുന്നു. യെസ്, നമ്മുടെ വെഹിക്കിൾ ഇപ്പോൾ കൺവേർട്ടബിൾ ആക്കിയിട്ടുണ്ട്. നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി ഈ ഗെയിമിനകത്ത് ഈ കാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറക്കും, അത്ര ഫാസ്റ്റാണ്. നമുക്കൊരു അത്യാവശ്യം ഇന്റീരിയറൊക്കെ എന്താ രസമല്ലേ. മീറ്റർ കൺസോളൊക്കെ പക്കയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗെയിമിൽ വളരെ കൺട്രോൾ കിട്ടുന്ന അറ്റ് ദ സെയിം ടൈം വളരെ ഫാസ്റ്റുമായിട്ടുള്ള ഒരു കാറാണ് ഈ ഒരു 911 ടർബോ S ക്യാബ്രിയോലെ. ലിഫ്റ്റ് അങ്ങ് കൊടുത്തു. എവിടുന്നാണോ കയറി വരുന്നവൻ? മറ്റേ വീടാ. നിങ്ങൾ സ്പീഡോമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ 220 ടച്ച് ചെയ്താണ് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. അതീവ കൺട്രോളുള്ള വണ്ടി ആയതുകൊണ്ടാണ് ആ ഒരു ഏരിയയിലൊക്കെ നമുക്ക് പക്കയായിട്ട്. റോങ് സൈഡ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഇടി കിട്ടിയ സ്ഥിതിക്ക് പൊട്ടിയ വണ്ടിയായിട്ട് പോകുന്ന മോശമല്ലേ? അയ്യോ, ഒരു സൈഡങ്ങ് ചളുങ്ങി പൊളിഞ്ഞിപ്പോയി. അപ്പം ഈ ചപ്പിയ പരുവത്തിൽ വണ്ടി കൊണ്ടുപോകാൻ നമുക്ക് കളറൊന്ന് ചെറുതായിട്ട് മാറ്റാം. നമുക്ക് വൈറ്റ് കൊടുക്കാം. വൈറ്റ് കളറിൻ്റെ പ്രത്യേകത തന്നെ നമുക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ട് അതിൻ്റെ ഓരോ ഡിസൈൻ എലമെൻറ്റ്സ് നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് ഈ വൈറ്റ് കളർ ഹെൽപ്പ് ചെയ്യും. ബ്ലാക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് അത്ര എടുത്ത് കാണത്തില്ല. അതിൻ്റെ ആ ഓരോ ബോഡി ലൈൻസും ആ മസ്കുലാരിറ്റിയും ഒന്നും നമുക്ക് അത്ര എടുത്ത് കാണത്തില്ല. പക്ഷേ വൈറ്റ് ആകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ അലോയ്സ് നോക്കി എന്ത് രസമല്ലേ. വാവ്. നമ്മുടെ സ്ഥിരം ഫാം ലാൻഡിലോട്ട് നമുക്ക് കയറാം. ലാൻഡിലോട്ട് കയറിയപ്പോൾ ചെറുതായിട്ട് വണ്ടി ഒന്ന് ചളങ്ങേണ്ടി വന്നു. എപ്പോഴും പറയാറുള്ളത് പോലെ റൈറ്റ് സൈഡ് വഴി കയറി കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്ക് വീട്ടുകാരെ ഇറക്കിയിട്ട് കോഴ്സിലേക്ക് പോകാൻ പറ്റില്ല. ഇങ്ങനെയാണ് നമ്മൾ കയറുന്നതെങ്കിൽ ഇവിടെ നമ്മൾ വീട്ടുകാരെ ഇറക്കുന്നു. എന്നിട്ട് നമ്മൾ നേരെ ഈസി ആയിട്ട് റൗണ്ട് കിട്ടാതെ പോർച്ചിലേക്ക് പോകും. പക്ഷേ പോർച്ച് അടച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനായിട്ട് അങ്ങനെ ഒരു ഓഫ് റോഡ് സ്പേസിലേട്ടൊക്കെ കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത് മോശകരമായിട്ടുള്ള പരിപാടിയാണ്. അപ്പം നമുക്ക് ഈ പുല്ലിലിട്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ വണ്ടി മൊത്തത്തിൽ കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമ്മളിങ്ങോട്ട് നല്ല ഫാസ്റ്റായിട്ട് കയറി വരുന്ന സമയത്ത് ഈ ബാക്കിലെ സ്പോയിലർ ഇതിങ്ങനെ ഓപ്പണായിട്ട് മേലോട്ട് പോയിട്ടുണ്ടായിരുന്നു.
നമുക്ക് അടുത്ത തവണ റോഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അതൊന്നുകൂടെ കാണിക്കാൻ വിശദമായിട്ട്. ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ, ഇത് വണ്ടിയുടെ ബാക്കിലെ വ്യൂ, ഇതാണ് സൈഡ് പ്രൊഫൈൽ. ഇൻറ്റീരിയറിലേക്ക് നമുക്ക് പോവാം. ബാക്കിലൊക്കെ ആളുകൾക്ക് ഇരിക്കാം, കുട്ടികൾക്ക് മാത്രമായിരിക്കും ഇരിക്കാൻ പറ്റുക. കുട്ടിക്കും പട്ടിക്കും മാത്രം ഇരിക്കാൻ പറ്റുന്ന സ്പേസ് ആയിരിക്കും ഈ ബാക്കിലെ സീറ്റൊക്കെ. ഫ്രാങ്ക്ലിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പട്ടിയുണ്ട്. നമുക്ക് അടുത്ത തവണ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ പട്ടിക്കുട്ടനെയും കൂടെ ഇറക്കി, ചോപ്പ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ നമുക്ക് ആ പട്ടിക്കുട്ടനെയും കൂടെ ഇറക്കിയിട്ട് നമുക്ക് അടുത്ത തവണ വണ്ടി റിവ്യൂ ചെയ്യാനായിട്ട് പോകണം. അവനൊരു ന്യൂസൻസ് ആയിരിക്കും, സ്റ്റിൽ നോറിസ്. നമുക്കൊന്ന് ഇറങ്ങി വിശദമായിട്ട് ഡോർ അടയ്ക്കലെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കൂലി ഫ്രാങ്ക്ലി. ഏതാ മൂട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഡോർസ് എല്ലാം നമ്മുടെ ചാത്തനെ വിളിച്ച് കരുതിയിട്ട് ഓപ്പൺ ആക്കാം. ഓക്കെ, ചാത്ത വരൂ. ചാത്തൻ വന്നു കഴിഞ്ഞു. ഇതിൽ കുറേ ചേഞ്ചസ് ഒക്കെ നമുക്ക് വരുത്താനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാനൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് നിങ്ങളെയും കാണിക്കുന്നില്ല. ചാത്തൻ നമുക്ക് ഡോറ് തുറന്ന് വന്നിട്ടുണ്ട്. ഈ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ആ എൻജിൻ ബേ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ വണ്ടിയുടെ എൻജിൻ ഒന്ന് പൊട്ടിച്ച്. ഈ വണ്ടിയുടെ എൻജിൻ ഫ്രണ്ടിലല്ല, പിൻഭാഗത്താണ് ഉള്ളത്. ഇത് നമ്മുടെ ഒരു ചെറിയ ഡിക്കിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയാൻ പറ്റും. എന്നിട്ട് ഇരിപ്പുണ്ട്, എന്താണ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ആയിരിക്കും. പോഷ ബാഡ്ജ് ഒക്കെയുള്ള എന്തൊരു ബാഗ് എന്നതിൽ വെച്ചിട്ടുണ്ട്. ബാക്ക് സൈഡിലാണ് അഹീവൻ ഇരിക്കുന്നത്. ഭീമനെ കാണാൻ ഇച്ചിരി പ്രയാസമാണ്. ഭീമനെ കാണാൻ നല്ല പ്രയാസമാണ്, ഇച്ചിരിയല്ല നല്ല പ്രയാസമാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ സ്പെക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 4 ലിറ്റർ എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. ഏകദേശം 408 bhp മാക്സിമം പവറും 420 Nm മാക്സിമം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു എഞ്ചിനാണ് ഇത് എന്നാണ് എൻ്റെ ഒരു പരിമിതമായ അറിവിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഓക്കെ, എല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുത്താൽ കേട്ടോ, അല്ലാതെ നമുക്ക് അറിയാവുന്നൊന്നുമല്ല. അതിപ്പോൾ എല്ലാ റിവ്യൂവേഴ്സും കാണിക്കുന്ന പോലെയൊക്കെ തന്നെ കേട്ടോ, അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞാനിത് ഓടിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കുന്നൊരു കാര്യങ്ങളൊന്നും അല്ലല്ലോ പറയുന്നത്. ഓടിക്കുകയാണ്, ഓഫ്കോഴ്സ് ഓടിക്കുകയാണ് അല്ലേ, ഓടിക്കുമല്ലേ? അതെ. വണ്ടിയുടെ മറ്റ് പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ഉള്ളു പ്രത്യേകതകൾ. ഇത് കൂടുതൽ എല്ലാ പ്രത്യേകത എത്രയുണ്ട്. 0 to 100 ഈ വണ്ടി കവർ ചെയ്യാൻ ഏകദേശം 4.6 seconds ആണ് എടുക്കുന്നത് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. 6 സിലിണ്ടർ എഞ്ചിനാണ്. ഇത്രയൊക്കെ ടെക്നിക്കൽ പരമായിട്ട് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ കുളവാക്കാനായിട്ട് പോകുന്നില്ല. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഇൻഡിക്കേറ്ററൊക്കെ ഒന്ന് ചുമ്മാ ഒന്നുകൂടി കാണാം, എന്നിട്ട് നമുക്ക് ഡോർ അടച്ചിട്ട് ഒരു നല്ല ഡ്രൈവിന് പോകാം. ഓക്കെ, ചെറിയ ഡിസ്പ്ലേ ഒക്കെ നമുക്ക് കാണാം. പോർഷയുടെ ബാഡ്ജ് ഇവിടെ കാണാം. 18 മോഡലാണ് എനിക്ക് തോന്നുന്നത്. 18ലുള്ള ഫേസ് ലിഫ്റ്റാണ് നമ്മുടെ ചാത്തൻ വീണ്ടും വന്നിട്ടുണ്ട്. നമുക്ക് ഡോർസ് എല്ലാം ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഡോർസ് എല്ലാം ക്ലോസ് ചെയ്തിട്ട് ചില മോഡിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് നോക്കാവേ. ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, എന്ന സ്ഥിതിക്ക് നമുക്ക് ചില ഐറ്റംസ് ഒക്കെ കണ്ടിട്ട് തന്നെ പോകാം. നമുക്കിതിന് ഡിഫറെൻറ്റ് സ്പോയിലേഴ്സ് വെക്കാനായിട്ട് പറ്റും. ഇങ്ങനൊരു സാധനമുണ്ട്. ഇനിയിപ്പോൾ അതിഷ്ടപ്പെട്ടില്ലെങ്കിൽ GT3 വരുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സ്പോയിലറുണ്ട്. നമുക്ക് തൽക്കാലം സ്റ്റോക്ക് സ്പോയിലറിലേക്ക് തന്നെ മാറാം. ദെൻ നമുക്ക് ഒരു സ്കേർട്ടിങ് ഒക്കെ കൊടുക്കാനായിട്ട് പറ്റും. നോക്കി, ഒരു സൈഡ് സ്കേർട്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ല. എനിക്ക് സ്റ്റോക്കിൽ തന്നെ വണ്ടി കീപ്പ് ചെയ്യുന്നത് കൂടുതൽ ഇഷ്ടം. എക്സോസ്റ്റൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. എക്സോസ്റ്റ് മാത്രമല്ല, മാറുമ്പോൾ ഫുൾ ബമ്പർ സെറ്റാണ് മാറുന്നത്.
അത് നമുക്ക് സ്റ്റോക്ക് തന്നെ ആക്കാം. സ്റ്റോക്ക് തന്നെ രസമുണ്ട്. യെസ്, സ്റ്റോക്ക് തന്നെയാണ് രസം. ഈ സൈഡിലെ ആ ഒരു എയർ വെൻ്റൊക്കെ ഉള്ളത് ആ ഒരു സ്റ്റോക്കിനാണ്. സീറ്റ് നമുക്ക് കുറച്ചുകൂടെ തിൻ നാരോ സീറ്റ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. കുറച്ചുകൂടെ കുഷനിങ് ഉള്ള ഫ്രാങ്കിൽ ഇച്ചിരിക്കുക. ഇതിന് കുഷനിങ് ഇച്ചിരി കുറവാണ്, പക്ഷേ സീറ്റ് നമുക്ക് തന്നെ കൊടുക്കാം. ഇനി ഹുഡ്സേൽ നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് പറ്റും. ചെറിയൊരു ബെൻഡ് അവിടെ വന്നിട്ടുണ്ട്, ഒരു എയർ സ്കോപ്പൊക്കെ വന്നിട്ടുണ്ട്. കാർബൺ ഫൈബർ ഫിനിഷൊക്കെ ഉള്ള ഒരു എന്താ പറയുന്നത് ഒരു ഹുഡ് വേണമെന്ന് നമുക്ക് ഇതിനെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്കായിട്ട് കീപ്പ് ചെയ്യും. നമുക്ക് തൽക്കാലം സ്റ്റോക്കിൽ തന്നെ പോവാം. റൂഫ് നമ്മൾ ആദ്യമേ നോക്കിയിരുന്നു, ചാത്തനെ വിളിച്ച് വരുത്തി നമ്മൾ ആദ്യം നോക്കിയിരുന്നതാണ്. ഈ എഡ്ജ് അപ്ഗ്രേഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഐറ്റംസൊന്നും ഇല്ല സാർ. എക്സ്ട്രാസ് ആയിട്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊക്കെ ചേഞ്ച് എവിടെയൊക്കെ ആവുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്പർ പ്ലേറ്റ് ആണ് അല്ല, അത് തന്നെ. അയ്യേ, തൊട്ടി നമ്പർ പ്ലേറ്റ് നമുക്ക് വേണ്ട. ഇതൊക്കെ എന്താണ് അറിയില്ല. വാട്ടവർ, നമ്മളത് ഡിസേബിൾ ചെയ്തിരിക്കുക. ഇതിന് എന്താണെന്ന് നമുക്ക് നോക്കാം. അതോ ഒറ്റ ഒരു സെറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. മതി. ഇത്രയൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് നേരെ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങാം. നമുക്ക് ബാക്ക് ഗേറ്റിലേക്ക് പോവാം. കാരണം സ്പോയിലർ ഉണ്ടോ, ജസ്റ്റ് 60 ടച്ച് ചെയ്യുമ്പോഴേ സ്പോയിലർ ചാടിപ്പത്തി മുന്നോട്ട് പോകും. സ്പീഡിലൊക്കെ കയറ്റുന്നത് കൊണ്ടാവേ. പറക്കും വണ്ടി വന്നു. അങ്ങോട്ട് ആ റൂട്ട് എടുത്താലോ? പോടെ എവിടുന്നാണ് വരുന്നത്? അവിടെ കൊണ്ടാവാൻ ചവിട്ടുന്ന കാര്യമുണ്ട്. ഒൾട്ടിമേറ്റ് വന്നതാണ്. അയ്യോ, ഇപ്പൊ തട്ടിയ സംഭവം മനസ്സിലായില്ല. അതും സൂപ്പർ വണ്ടിയാണോ ഗെയിമിനകത്ത്. റിയൽ ലൈഫിൽ എന്തായിരിക്കും? അതോട്ട് കയറി പോകണം. ഇവിടെ കൂടെ പോയിട്ടില്ല. ഈ ട്രാക്കിലേക്ക് ഒന്ന് കയറണമായിരുന്നില്ല. എന്താ വഴി? വേറെ ഏതെങ്കിലും സൈഡിൽ കൂടി കയറാൻ പറ്റുമെന്നുള്ളത് നോക്കാം. സെക്യൂരിറ്റി ഒക്കെ പഠിച്ചാൽ ടെൻഷൻ പറ്റായിരുന്നു. ബോണ്ടെ മുറുക്കാൻ തുപ്പിയിട്ട് പോയിരിക്കുന്നു. അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം മുറുക്കാൻ തുപ്പിയത് വെളിയില്ലാത്ത മുറുക്കാൻ തുപ്പിയത്. ബാങ്കിലേക്ക് കയറി കഴിഞ്ഞു. പക്ഷെ നമുക്ക് അത്ര സ്പീഡ് ഇതിൻ്റെ ഒരു യൂഷ്വലി നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്പീഡിൽ പോകാനായിട്ട് കഴിയുന്നില്ല. ഒരു 160 മാക്സിമം ഈ ഒരു ട്രാക്കിൽ കൂടെ പോകാനായിട്ട് പറ്റുന്നുണ്ട്. ബ്രേക്ക് ചെയ്യുമ്പോൾ ഫ്രാഗ്മെന്റ് നമ്മൾ താഴത്തെ ചാർജിനകത്ത് കയറാൻ എന്താ അവിടെ ഒരു റോഡ് വരാൻ കാണുന്നു.
ഇപ്പുറത്തേക്ക് ഇറങ്ങാൻ എന്താണ് ഒരു കഴിവ് നമുക്ക് ചെക്ക് ചെയ്യാം. ഫ്ലൈറ്റ് ഓടിച്ചിട്ട് സ്പേസാണ് അത് ഹെലികോപ്റ്ററൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് എവിടെ കാറ് കൊണ്ടുവന്ന് എങ്ങനെയാണ് കയറ്റിപ്പെടുന്നത്? താഴെക്കൊണ്ട് വഴിയാണ് കാണിച്ചിരിക്കുന്നത്. ഇതൊന്നും അല്ലടാ, ഇതല്ല താഴോട്ട് ഇത്തിരി നേരം നമുക്ക് ട്രാക്കിൽ കിടന്ന് കയറാം. നമുക്ക് റോഡിൽ തന്നെ ഇറങ്ങി മുമ്പോട്ട് കയറാം. സോ ഒന്ന് വന്ന് അതേ പഴുത് നോക്കി എടുത്തിട്ട് ഇതേപടി പുറത്തേക്ക് ഇറങ്ങി കൊടുക്കാം. സ്മൂത്ത് നട്ടാണെന്ന് പറയുന്നത്. മറ്റിടത്തോട്ട് കയറുന്ന വഴി ഇവിടുന്നുണ്ടാ. എനിക്കൊന്ന് കയറി നോക്കാം. ഇത് അയ്യോ അവരൊരു ബോർഡ് നോക്കുന്നു. റേഞ്ച് റോവർ പഴയത് കൊണ്ടിവിടെ ബോർഡ് പോയ സ്ഥിതിക്ക് ഹെഡ്ലൈറ്റൊക്കെ പോയായിരുന്നു. നമുക്കൊന്ന് റിപ്പയർ ചെയ്ത് കൊടുക്കാം. അണ്ണം മുറുക്കാൻ തുപ്പിത് ഒക്കെ പോയിട്ടുണ്ട്. നടുക്കൊരു കുളമൊക്കെ കൊടുത്തിരിക്കുന്നു. ബാക്കി നമുക്ക് ഏതായാലും പോയേക്കാം. തീ പൊട്ടിക്കലുണ്ട്. തീ പൊട്ടിക്കൽ കുറച്ചൊരു വൈഡ് വ്യൂ ഉണ്ടാവും. വീണ്ടും ഫ്രാങ്ക്ലിൻ്റെ മലയിലേക്ക് പോകുന്ന സ്പേസ് ആവാറാണ്. ടൗണിലെത്തിക്കഴിഞ്ഞാൽ വിചാരിക്കുന്ന പോലെ ആരും അല്ല. പിന്നെ നമ്മൾ മറ്റേ ഹൈവേയിലോട്ട് പോകും. ഹൈവേയിലോട്ട് പോയി നോക്കാം. വണ്ടി ഉണ്ടായി. ഇങ്ങനത്തെ ഒരു വണ്ടി സത്യം പറഞ്ഞാൽ ഹൈവേയിലാണല്ലോ ഓടിക്കാൻ പറ്റുന്നത്. പിന്നെ 10 മിനിറ്റ് സമയം ബാക്കിയുള്ള സമയം നേരെ ഹൈവേയിലോട്ട് പോകും. കേട്ടോ അത് ഒരു നമസ്കാരം കാണിച്ചു. അച്ഛൻ അവരിഷ്ടപ്പെട്ടില്ല പറഞ്ഞാൽ പോലെ അതെന്തിനാ തെറി കാണിക്കുന്നു. ഇതിലും റോങ് സൈഡ് കയറാൻ വേറെ ആർക്കും കഴിയില്ലായിരിക്കും. സത്യത്തിൽ ഇവിടെ ആയിരുന്നു റോങ് സൈഡാണ്. പക്ഷേ റോങ് റൂട്ടായി പോയി. അറിയാണ്ട് നമ്മളൊരു ടേൺ എടുത്ത് തിരിച്ചാണ് ചെറിയ ഡൗട്ട് തോന്നിയിരുന്നു. ട്രാഫിക് സിഗ്നലിലൊക്കെ നമ്മൾ നാട്ടിൽ കിടക്കാം. ഇവിടെ കിടക്കാം. നാട്ടിലെ സിഗ്നൽ കൊണ്ട് ഇവിടെ വയ്യ. അതുപോലെ തിരുവല്ല ഏരിയയിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈപ്പാസിൽ തന്നെ 7-8 സിഗ്നലാണ്. അതിൽ നിന്ന് വീണ്ടും ഒന്നോടെ കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു. താഴെ
രക്ഷപ്പെടേണ്ട വഴി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. എന്താ ആക്സിഡന്റ് ഉണ്ടാക്കുന്നത്? സൂക്ഷിച്ചൊക്കെ പോകണ്ടേ ബ്രോ. റോഡ് സോഴ്സ് ആണത്. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി മങ്കിയുടെ പെർഫോമൻസ് ശരി വിശകലനം ചെയ്യും. ജസ്റ്റ് പറക്കുകളുണ്ട്. 720 ആ റേഞ്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാണ്ടി കരിമ്പാറ ചത്ത് കുഴപ്പമൊന്നും വരില്ല. അത് ചത്ത് ഒറ്റ ക്രോസിംഗ് ആണ്. ഓപ്പക്കാർ കളിക്കുന്ന ഒറ്റ പരിപാടി. ഇൻഡിക്കേറ്റർ ഇടില്ല, ഒന്നും ഇടില്ല, ഒറ്റ തിരി. ബാക്കിലുള്ള വണ്ടി ഉണ്ടാകുന്ന നോക്കുക. പക്ഷേ ഈ ഡാഡ്ലെസ്നെസ് ആണ് കാണിച്ചത് ഇവരും. ഇതിൻ്റെ ലാസ്റ്റ് യൂണിറ്റിൽ ഒരു വാട്ടർ ടാങ്ക് അവർ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു സംഭവം എടുത്തു വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇടിക്കാൻ ഭയങ്കര ഒന്നാണല്ലേ കുറേ അതായിരുന്നു വാട്ടർ ടാങ്ക്. ഒറ്റയടിക്ക് വെള്ളമെല്ലാം ഇങ്ങനെ പറക്കുമായിരുന്നു. നല്ല രസമായിരുന്നു, ഫണ്ണായിരുന്നു. ഫണ്ണൊക്കെ ചെയ്തു നോക്കാം അല്ലേ. ഈ സൈഡിലുണ്ട്. ആ ഏതാ മൂടി പൊളിച്ചല്ലേ. സോറി ഏട്ടാ. മാറില്ല. രണ്ടിലെല്ലാം ചടങ്ങി പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് റിപ്പയർ ചെയ്തിട്ട് ഇനി എത്രയും ദൂരം കാണാൻ 230. സിസ്റ്റിന് കോൺസെൻട്രേഷൻ കിലോമീറ്ററിലേക്ക് പോയാൽ ചാൻസ്. അത് എൻ്റെ മാത്രം മിസ്റ്റേക്കായിരുന്നു. സോറി ഏട്ടാ. അപ്പോൾ പുള്ളിയാണ് എനിക്ക് ചത്തില്ല. കയറുമ്പോൾ വണ്ടി വലിയ പ്രയാസമാണ്. അടുത്തനി ഏത് കാറുമായിട്ടാണ് വരണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ബോക്സിലേക്ക് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ആ വണ്ടിയൊക്കെ എടുത്തോട്ട് വരാം. ഓ സോറി. ഇത് മാക്സിമം സ്പീഡിൽ എത്തിക്കാനായിട്ട് എനിക്ക് കഴിയത്തില്ല. മാക്സിമം സ്പീഡ് പോവുകയാണ്. സ്പീക്കർ കണ്ടിരിക്കുന്ന സ്പീഡിലൊക്കെ ഇത് പോവുകയാണ്. 220 മാക്സിമം ഇതിനകത്ത് പോകുന്നത്. 230 മാക്സിമം ഇതിനകത്ത് ഈ പർട്ടിക്കുലർ മോഡൽ പോകുന്നത്. അതിനില്ല, അതിന് ഉറങ്ങിയാണ് ആ പരുവത്തിലാണ്. ൂറ്റിലൂടെയൊക്കെ നിമിഷം കൊണ്ട് വണ്ടി കയറി. പിന്നെ അങ്ങോട്ട് അടുത്തു സ്പീഡില്ല ഒന്നുമില്ല. അതിൻ്റെ മാത്രം മിസ്റ്റേക്കാണ്. നല്ല സ്മൂത്തായിട്ട് കയറിപ്പോയി. ഓടി
ഓടിക്കുന്നത് ഫ്രാങ്ക്ലിനാണ്. ഫ്രാങ്ക്ലിൻ അവിടെ പോയി അവിടെ കണ്ട് കിടക്കുന്നുണ്ട്. ബ്ലഡി ഫുൾ വലിയ വണ്ടി തോന്നുന്നു. തിരിച്ച് നമുക്ക് ഓടി ഒന്ന് ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ തന്നെ കയറാം. ഞാൻ മാപ്പ് ഇട്ടേക്കാം. വീട് കൊണ്ട് എവിടെ വെച്ചിരിക്കുന്നു? അത്ര ദൂരം വരാനുണ്ടല്ലേ. പിന്നെ പറന്നു പോയേക്കാം. 2 മിനിറ്റാണ് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയം. ആ സമയത്ത് പറന്നു പോയേക്കാം. യെസ് 230 കയറിയിട്ടില്ല. 220 അത്രയ്ക്ക് പോകുമ്പോൾ എങ്ങനത്തേലും പോയി ചാകും. അതാണല്ലോ ഒരു ഗെയിമിനകത്ത് വരെ ഈ ഒരു സ്പീഡിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഔട്ട് ഓഫ് കൺട്രോൾ ആവുന്നില്ല. എന്നാലോചിച്ച് നോക്കുക, റിയൽ ലൈഫിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഓൺ സ്പീഡ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് എത്ര കേപ്പബിൾ ഒന്നും അല്ലാത്ത വണ്ടിയിലൊക്കെ നമ്മൾ ഓൺ സ്പീഡ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും എന്തൊക്കെ അപകടങ്ങൾ വരാം, അതൊരിക്കലും നമ്മളെ കൺട്രോളിൽ നിൽക്കാനായിട്ട് സാധ്യതയില്ല എന്നുള്ള കാര്യം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് ഗൈസ് പ്ലീസ് ഡ്രൈവ് കെയർഫുൾ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണേൽ കേട്ടാൽ മതി. സ്വയം ചാവുന്നതിന് ബുദ്ധിമുട്ടില്ല, വല്ലോനെയും കൊല്ലാതിരുന്നാൽ മതി. റോഡിൽ കൂടെ പോകുന്ന നിരപരാധികളൊക്കെ മണ്ടയ്ക്ക് കൊടുത്തിട്ട് കയറ്റുന്ന പരിപാടികളൊക്കെ നമ്മൾ ധാരാളം ഈയിടയ്ക്ക് വീഡിയോസിലൊക്കെ കാണുന്നുണ്ടല്ലോ. CCTV ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ഉണ്ടാക്കാതിരുന്നാൽ മതി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഓൺ സ്പീഡിലൊക്കെ പോകണമെന്ന് ആഗ്രഹമാണെങ്കിൽ ഇതുപോലെ ഗെയിം എടുക്കുക, 2 ചാമ്പിയാകുക. അപ്പോൾ ഇങ്ങനെ വെട്ടിച്ച് കുട്ടിച്ച് പോകുന്നു ഈ വഴി തെറ്റിപ്പോയി. ഓപ്പണിങ്ങുള്ള ഭാഗ്യം മിസ്റ്റേക്ക് ആണെങ്കിലും വളരെ പൊട്ടാൻ കിട്ടുന്നത്. സത്യത്തിൽ ഇതിനകത്ത് ഇൻഡിക്കേറ്റർ ഇടുന്ന ഓപ്ഷൻ ഇല്ലല്ലോ. നമുക്കാണെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടാൻ പറ്റില്ലല്ലോ. നോക്കിയെങ്കിൽ തിരിയാനില്ലല്ലോ. റോക്സ്റ്റാർ ഗെയിം GTA 6 ഇറങ്ങുന്ന സമയത്ത് ആ സെറ്റ് പോകാൻ കൊണ്ടുവരണമെങ്കിൽ നല്ലതായിരുന്നു. പ്രസക്തിയൊന്നുമില്ല, അതൊന്നും നിർബന്ധമൊന്നും. പറന്ന് എടുക്കാനാണ് അത് പൊട്ടണ്ട. യെസ്, ബാങ്കിൻ്റെ വീടെത്താറായിട്ടുണ്ട്. യെസ്, ഇത് നമുക്ക് നമ്മുടെ പതിവ് പോലെ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തോട്ട് കയറ്റി വെച്ചേക്കാം. നമ്മുടെ ചോപ്പിനെയും കൊണ്ടാണ് അടുത്ത എപ്പിസോഡ് പോലെ നമ്മൾ ഡ്രൈവിന് ഇറങ്ങുന്നത്. ചോപ്പ് ഇവിടുത്തെ റോഡ് വീലറാണ്. യെസ്, മഴ നനയത്തില്ല എന്ന് വിശ്വസിക്കാം. എന്നാലും കുഴപ്പമില്ല. ഇതേ കിടക്കുന്നു നമ്മുടെ പോർഷ് ടർബോ എസ്. ആ കിടപ്പൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ. ആ ഏതാ വണ്ടി, ഏതാ മൂവ് ആലോചിച്ച് കാണാൻ എന്ത് രസമല്ലേ. യെസ്, ഇപ്പം ഫ്രാങ്ക്ലിന് ഉറങ്ങാൻ ടൈമായിട്ടുണ്ട്. വീണ്ടും ഒരു വണ്ടിയുടെ വിശേഷവുമായിട്ട് നമുക്ക് വരാം. ഗോഗിൾ മാൻ എന്ന ഈ ചാനലിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും വണക്കം. ആൻഡ് ഗോഗിൾ മാൻസ് സൈനിങ് ഓഫ്. ബാങ് ബാങ്.